സ്ഥലപരിമിതിയെ ശാസ്ത്രീയതയുടെ വഴികൾ തേടി മറികടക്കുകയാണ് ഈ തിരുവനന്തപുരത്തുകാരായ കുടുംബം. മട്ടുപ്പാവിലെ മറ്റ് കൃഷികൾക്കൊപ്പം വാഴകൃഷി എന്ന മോഹം സതീഷിനും ഭാര്യ മേരി ഹെലനും കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് പിടിപെട്ടു. ഒന്നോ രണ്ടോ വാഴയല്ല, ഒരു വാഴത്തോട്ടം തന്നെയായിരുന്നു ആഗ്രഹം. ഏറെ ആലോചനകൾക്കൊടുവിൽ വാഴക്കന്നിനെ മട്ടുപ്പാവിൽ കയറ്റി. ഇന്നിതാ വിളവെടുപ്പിന് തയ്യാറായിരിക്കുകയാണ് ഈ വാഴകളൊക്കെ. എങ്ങനെ മട്ടുപ്പാവിൽ വാഴകൃഷി വിജയകരമാക്കാമെന്ന് സതീഷ് വിവരിക്കും. ടിഷ്യൂ കൾച്ചർ വാഴകളിൽ ഏറ്റവും പൊക്കം കുറഞ്ഞത് എന്നെയാണ് ഈ ഗ്രാൻഡ് 9 എന്ന് പറഞ്ഞത്. അപ്പോൾ ആ വാഴയെ 25 ലിറ്ററിൻ്റെ ബാരലിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ. 1-2 പ്രാവശ്യം ചെയ്തപ്പോഴത്തേക്ക് ഈ വാഴയിൽ ഇതിനകത്ത് തന്നെ കൊല എടുപ്പിക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെയാണ് ഞാൻ ഈ ബാരലൊപ്പിച്ച് 25 ബാരലിൽ കാഴിക്കൂട്ടത്ത് നിന്ന് BMFC വാഴക്കന്ന് ആവശ്യപ്പെട്ട് അവിടെ നിന്ന് കെട്ടി അതിനെ കൊണ്ടുവന്ന് നട്ട് ഞാൻ ഈ പരിപാടി ചെയ്ത് വിജയിക്കുകയും ചെയ്തു. 1 ഇഞ്ച് വ്യാസമുള്ള 3 ഹോൾ 3 സൈഡിലായിട്ട് ഇട്ടിട്ട് ഒരേ അളവിലിട്ടിട്ട് അതിന് ചെമ്മണ്ണ്, മണൽ, ചാണകം, ഈ കോഴിക്കാരം എല്ലാം 1:1 മിക്സ് ചെയ്തതിന് ശേഷമാണ് ഈ ബാരലോട്ട് മിക്സ് ചെയ്തത്. പിന്നെ നമ്മൾ എല്ലാ മാസവും കുറേശ്ശെ കോഴിക്കാരം കുറേശ്ശെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. ഇത് ഇപ്പോൾ കറക്റ്റ് 7 മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കൊല പൊട്ടി വന്നു കഴിഞ്ഞത്. ഞങ്ങൾ 3 പേരും കൂടെയാണ് വെള്ളം നനയ്ക്കുന്നത്. അതൊരു ടൈം ടേബിൾ പോലെയാണ്. അത് ഒരു മിഷൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെ നിൽക്കുന്നു അതേപോലെ ഓരോരുത്തരും ഓരോ ഭാഗമായിട്ട് കവർ ചെയ്തുകൊണ്ട് വരും. ഈ വണ്ണം തന്നെ നമുക്ക് ബാക്കിയുള്ള കന്നുകൾക്ക് ഉണ്ടാകുമ്പോൾ ഇതിനെ താങ്ങി നിൽക്കാനുള്ളൊരു സംവിധാനം ഇല്ലാത്തതുകൊണ്ട് കന്ന് വളരാൻ ഇതിനകത്തുനിന്ന് കൂടുതൽ വളം അത് വലിച്ചെടുക്കും. അപ്പോൾ ആ ഒരു സാഹചര്യം മാറ്റാൻ വേണ്ടിയാണ് കന്നിനെ മുറിച്ച് കളയേണ്ടി വരുന്നത്. കൊലയുടെ വെയിറ്റ് ഇറങ്ങുമ്പോൾ മൂട് മറിഞ്ഞു പോയിരിക്കാനാണ് ഇങ്ങനൊരു സംവിധാനം ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് തെങ്ങിൻ്റെ പട്ടികയിൽ കൊണ്ട് പരസ്പരം എല്ലാം ബന്ധിച്ച് നിർത്തിയിരിക്കുകയാണ്. 50 കിലോയുടെ ബാരൽ പറഞ്ഞിട്ടുണ്ട് എടുക്കാൻ വേണ്ടി. അടുത്ത ഈ ക്രോപ്പ് കഴിഞ്ഞിട്ട് 50 അപ്പോൾ ഒത്തിക്കൂടെ എനിക്കിപ്പോൾ ഇത് ആവേശമായിട്ട് തന്നെ തോന്നുന്നത്. ഒന്നുകൂടെ നമുക്ക് ഇനിയും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരിതുണ്ട്. സ്ഥലപരിമിതിയെക്കുറിച്ച് ഇനി നഗരവാസികൾ പരിതപിക്കേണ്ടതില്ല. 2 വാഴത്തൈ നടണമെന്ന് മോഹമുണ്ടെങ്കിൽ സതീഷ് ചേട്ടൻ്റെ വിജയകരമായ ഈ രീതി പരീക്ഷിക്കാം. ക്യാമറമാൻ MS സുഹിത്തിനൊപ്പം ഹിജാസ് അഹമ്മദ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.